ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ബനാന ബോൾസാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു റോബസ്റ്റ പഴമാണ് എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ ഒരു ചെറിയ അളവിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു പഴമാണ് എടുത്തിട്ടുള്ളൂ. നമുക്ക് ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത്. നമുക്കിനി മധുരം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ രണ്ടാമത് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി കേട്ടോ. ഇനി അതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നെക്സ്റ്റ് നമുക്കിതിലേക്ക് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാട്ടോ ചേർക്കുന്നത്. നെക്സ്റ്റ് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ബ്രെഡ് പൊടിച്ചതാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബ്രെഡ് ഞാനിപ്പോൾ ഒരു 3 ബ്രെഡ് പൊടിച്ചതാണ് ചേർക്കുന്നത്. നമുക്കത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നമുക്ക് നോക്കാം എന്തോരം വേണ്ടി വരുന്നു നോക്കിയിട്ട് നമുക്കൊരു ഉണ്ടയാക്കാനുള്ള ഒരു പാകത്തിന് കിട്ടണം. അപ്പം അതിനനുസരിച്ച് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ചെറുതായി ചോപ്പ് ചെയ്ത കാഷ്യൂനട്ടാട്ടോ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ വെച്ചിട്ട് അതിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോണ്ടല്ലോ ഒരു ചെറിയൊരു ബോൾ പോലെ നമുക്ക് ആക്കാൻ പറ്റണം. നമ്മളിങ്ങനെ ചെറിയ ബോൾസായിട്ടാണല്ലോ വറുത്തെടുക്കുന്നത്. അപ്പോൾ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ നമുക്ക് നല്ല കറക്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് ഗീ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറിയ ബോൾസുകളാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. ബ്രെഡ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോവും. ബോൾസിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നിങ്ങൾക്ക് ബോൾസാക്കിയിട്ട് വറുത്തെടുക്കാം കേട്ടോ. നമുക്കിത് 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കാം.
ഞാനിപ്പോൾ നെക്സ്റ്റ് ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബനാന ബോൾസൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുകയും വേണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് തന്നെ സപ്പോർട്ടും ചെയ്യണേ. താങ്ക്